അവൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഓപ്പറേഷൻ വല്ലതും വേണോ ഡോക്ടറെ? അവൾക്ക് ബോധം തെളിഞ്ഞോ? നിങ്ങൾ ആരും പരിഭ്രമിക്കുന്ന പോലെ ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. മരുന്നിന്റെ സെഡേഷനില്ല. എനിക്കൊന്ന് കയറി കാണാൻ പറ്റുമോ ഡോക്ടർ? നിങ്ങളിങ്ങനെ വെപ്രാളപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ആക്സിഡന്റ് സംഭവിച്ചത് ശരിയാണ്, പക്ഷേ കാർ ആ കുട്ടിയുടെ ശരീരത്തിൽ ഇടിച്ചിട്ടില്ല. കാർ ആ കുട്ടിയുടെ നേരെ വന്നപ്പോ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചതായിരിക്കണം. താഴെ വീണപ്പോ നെറ്റിയിൽ ചെറിയൊരു മുറിവ് പറ്റി. സ്റ്റിച്ച് ഒരു 3-4 എണ്ണം ഉണ്ട്. ഹെഡ് ഇഞ്ചുറി ആയതുകൊണ്ട് CT എടുത്തു നോക്കി, ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ നമുക്കൊരു MRI കൂടി എടുത്തു നോക്കാം. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് വേണമെങ്കിൽ മാത്രം. ഇപ്പോ ആ കുട്ടി മയക്കത്തിലാണ്. എല്ലാരും കൂടി കയറി ബഹളം ഉണ്ടാക്കരുത്. മയക്കം തെളിയുമ്പോ റൂമിലേക്ക് മാറ്റാം. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് ചെയ്യാം. അപ്പോ ചോട്ടുവിന് കുഴപ്പമൊന്നുമില്ലല്ലേ ഡോക്ടറെ? ആ കുട്ടിക്ക് നല്ല ഭാഗ്യമുണ്ട്, അതുകൊണ്ട് ഇത്രേ സംഭവിച്ചുള്ളൂ. വല്ല ഒടിവോ ചതവോ സംഭവിച്ച് എവിടെയെങ്കിലും കിടന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇതിപ്പോ അതൊന്നുമില്ലല്ലോ. 3-4 സ്റ്റിച്ചിന്റെ കാര്യമല്ലേ ഉള്ളൂ. 2 ദിവസം കൊണ്ട് അതങ്ങ് കരിഞ്ഞോളും. ധൈര്യമായിട്ടിരിക്കും. ശരി. ഭഗവാൻ കാത്തു. നിഖിൽ, ആ കാർ ആരുടേതാണെന്ന് അറിയാമോ? ഇല്ല, ആളുകളുടെ നിലവിളി കേട്ടാ ഞാൻ തിരിഞ്ഞു നോക്കിയത്. അപ്പോ അഞ്ജന വീണ് കിടക്കുന്നത് കണ്ടു. ആ കാർ നിർത്താതെ പോവുകയും ചെയ്തു. എന്നാലും എന്തൊരു ദുഷ്ടത്തിലാ കാറുകാർ കാണിച്ചത്. ഇടിച്ചിട്ട് വണ്ടി നിർത്താതെ പോയി. നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ? ആ വണ്ടി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇത്രയ്ക്ക് അഹങ്കാരം കാണിച്ചിട്ട് പോയത് ആരാണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. വേണം, അറിയണം അതാരാണെന്ന്. അവിടെ അത് കണ്ടുകൊണ്ടുവന്ന ആളുകളെല്ലാം പറഞ്ഞത് ആ വണ്ടി അഞ്ജനയുടെ നേരെ തന്നെ വന്നതെന്ന്. ഇവളെന്തിനാ വിളിക്കുന്നത്? ഹലോ, നിഖിലേട്ടൻ ഇത് എവിടെയാ? ഞാൻ എത്ര നേരായിട്ട് വിളിക്കുക. എന്നെ കാണാതെ മുങ്ങി നടക്കുകയല്ലേ? വീണേ, എനിക്കിപ്പോ സംസാരിക്കാൻ സമയമില്ല. നീ കുറച്ച് കഴിഞ്ഞ് വിളിച്ചേ. അയ്യോ, ഫോൺ വെക്കല്ലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കിപ്പോ അതൊന്നും കേൾക്കാൻ സമയമില്ല. ഞാൻ ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലോ? ഈശ്വര, നിഖിലേട്ടൻ എന്താ പറ്റിയേ? പറ്റിയത് എനിക്കല്ല, അഞ്ജനയ്ക്കാ. അവൾക്കാണോ? അവൾക്ക് എന്താ പറ്റിയേ? അതെന്താ നീ അത്രയ്ക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞത്? അല്ല, നിഖിലേട്ടനൊന്നും പറ്റിയില്ലല്ലോ, അതിന്റെ ആശ്വാസം കൊണ്ട് പറഞ്ഞതാ. കൊള്ളാം. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് കേൾക്കുമ്പോ നിനക്കതിന് ഇത്രയ്ക്ക് സീരിയസ്നെസ്സേ ഉള്ളൂ അല്ലേ? അയ്യോ സോറി നിഖിലേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അവൾക്കെന്താ ശരിക്കും പറ്റിയേ? അവളെ ഒരു വണ്ടി ഇടിച്ചു. വല്യമ്മയും രൂപേശ്വരനും ദർശനം നടത്തി എല്ലാവരുടെ ഉണ്ട്. എങ്കിലേ ഞാനിപ്പോ വരാം. വേണ്ട വേണ്ട വേണ്ട, അതിന്റെ ഒരു ആവശ്യമില്ല. സീരിയസ് ആയിട്ടൊന്നും പറ്റിയിട്ടില്ല. ചിലപ്പോ വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് ആവും. എന്തായാലും ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരാൻ പോവാ. ഇവൾക്കിത് എന്തിന്റെ കേടാ? ഒഴിഞ്ഞു മാറാൻ എത്ര ശ്രമിച്ചാലും എന്റെ പിന്നാലെ. ഞാൻ പറഞ്ഞെന്ന് ഇതുവരെ ഇവളുടെ തലയിൽ കയറിയിട്ടില്ലേ? ഇതൊരു പുലിവാലാവൂന്നാ തോന്നുന്നത്. എത്രയും പെട്ടെന്ന് ഇവളുടെ ഭ്രാന്ത് അവസാനിപ്പിക്കണം. ആരാ നിന്നോടത് പറഞ്ഞത്? നിഖിലേട്ടൻ എന്നെ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. സുമംഗലാന്റി, രൂപേശേട്ടനും ദർശനേട്ടത്തിയും ഒക്കെ ഹോസ്പിറ്റലിലുണ്ട്. ദൈവമേ,
നിഖിൽ എന്തിനാണ് ഇത് വീണയെ വിളിച്ച് പറഞ്ഞത്? ഏതോ കാറ് വന്ന് ഇടിച്ചു എന്നാ പറഞ്ഞ. എന്റെ ദൈവമേ, ഒന്ന് മിണ്ടാൻ കൂടി പറ്റാത്ത കുട്ടിയാ. മിണ്ടാൻ പറ്റില്ലെങ്കിൽ എന്താ? അവളുടെ കയ്യിലിരിപ്പ് അതൊന്നുമല്ല. പണ്ടൊരിക്കൽ എന്നെ വെട്ടുകത്തിയെടുത്ത് വെട്ടാൻ വന്നവളാ. അവക്ക് ഇത് മാത്രം ഉണ്ടായാ പോരാ, അത്ര അഹങ്കാര. അല്ല, ഇവക്ക് റോഡ് നോക്കി നടന്നാൽ എന്താ? അതൊക്കെ പറയാൻ ഇതാണോ സമയം? ഒരാൾക്കൊരു അപകടം പറ്റിയെന്ന് കേൾക്കുമ്പോ ഇങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല. നാളെ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇനിയിപ്പൊ കുറ്റം മുഴുവൻ എന്റെ മോന്റെ തലയിലായിരിക്കും വന്ന് വീഴാൻ പോകുന്നത്. അവനാണല്ലോ കൊണ്ടുവിടാൻ പോയത്. ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവരുതെന്ന് ഞാൻ അവനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കേക്കണ്ടേ? എന്താ രഞ്ജിനി പറയുന്നേ? നിഖിൽ അവളെ ഒന്ന് കോളേജിൽ കൊണ്ടുവിടുന്നതിന് എന്താ കുഴപ്പം? അവന്റെ സഹോദരിയുടെ സ്ഥാനത്തുള്ള കുട്ടിയല്ലേ? സാധാരണ എന്നും രൂപേഷ് അവളെ കൃത്യമായിട്ട് കോളേജിൽ കൊണ്ടുവിടാറുള്ളതാ. ഇന്ന് ബലിയിടാൻ പോയതുകൊണ്ട് അവനത് നിഖിലിനെ ഏൽപ്പിച്ചു. ഒരു ദിവസം അവളെ ഒന്ന് കോളേജിൽ കൊണ്ടുവിട്ടതിനാണോ രഞ്ജിനി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ലെങ്കിലും അവള് ദർശനയുടെ അനിയത്തിയല്ലേ? ആ, അത് തന്നെയാ കുഴപ്പം. അതിന്റെ അഹങ്കാരം കുറച്ച് അവളുടെ കയ്യിലും ഉണ്ട്. മാനത്ത് നോക്കി നടന്നാലേ ഇങ്ങനെ ഇരിക്കും. പെൺകുട്ടികളായ നിലത്ത് നോക്കി നടക്കണം. അല്ല, പിന്നെ എന്തു പറഞ്ഞു നിഖില്? വല്ല ചതവോ ഒടിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അമ്മ എന്തിനാ ഇങ്ങനെ പരിഹസിക്കുന്നേ? ഈ വീട്ടിൽ ഒരാൾക്ക് അപകടം പറ്റുമ്പോ സംസാരിക്കേണ്ട വാക്കുകളാണോ ഇത്? കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കാമേ. നീ എന്നെ മര്യാദ പഠിപ്പിക്കല്ലേ? എന്തായാലും ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്താ പറ്റിയെന്ന് അറിയാലോ. ഹലോ നിഖിലേ. ഇനി ഞാൻ സംശയിക്കും പോലെ അവന്റെ മനസ്സിൽ ഇവളോട് എന്തെങ്കിലും ഉണ്ടോ?